ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്ലംബിങ്ങിൻ്റെ ടിപ്പായിട്ടാണ് നമ്മൾ വന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ്. ഇത് സാധാരണ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാവും. ഇതിനെന്താണ് പ്രത്യേകത എന്ന് നോക്കിയാൽ എന്ന് വെച്ചാൽ ഇത് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സമയം അല്ല സ്ഥലം ലാഭിക്കാനുള്ള ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇത് മിററ് നമ്മൾ അതിൻ്റെ സൈഡിൽ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ സീലിങ്ങിൽ ഒരു വൈറ്റ് മുഖത്തേക്ക് വെളിച്ചമാക്കാനുമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടേബിൾ ടോപ്പ് നമ്മൾ ഉള്ളിൽ തന്നെ സ്ഥലത്ത് കൊണ്ട് റൂമിൻ്റെ ഉള്ളിലായിട്ടാണ് ചെയ്യാറ്, ഹാളിനോ. പക്ഷേ ഇത് നമ്മൾ ഈ മുകളിൽ നോക്കിയാൽ അറിയാം, പുറത്തേക്ക് സൺസൈഡിൻ്റെ അടിയിലേക്ക് തള്ളി വെച്ചിട്ട് അങ്ങനെ ചെയ്തുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സ്ഥലം ലാഭിക്കാൻ സാധിക്കും, ഉണ്ടാകും, നമുക്കറിയാൻ സാധിക്കാമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സിങ്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെയ്തുള്ളത്. അത് വീട് പണിയാൻ മുന്നേ നിങ്ങളുടെ എൻജിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്ലാനിങ് ഇങ്ങനെ സ്ഥലം കൂടുതൽ നമുക്ക് കുറവുള്ളവർക്കൊക്കെ കൂടുതൽ ലാഭിക്കാൻ വേണ്ടി ഇത് പോയിരിക്കും. ഓക്കെ, ചെറിയൊരു ബേസൻ വെളിച്ചം കാറ്റെല്ലാം കിടക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മിററിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ 3000, ഇത്ര വലിപ്പമുള്ളത് 2 അടിയോളം വലിപ്പമുണ്ട്, 3000 രൂപ വില വരും. ഇത് നമ്മൾ സൈഡിൽ സ്ട്രിപ്പ് ഒട്ടിച്ചുള്ളതാണ്. നമ്മൾ തന്നെ പോയിന്റ് അവിടെ ഇട്ടിട്ട് സ്ട്രിപ്പ് ഒട്ടിച്ചുള്ളത്. ഈ സ്ട്രിപ്പിന് എന്താണെന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ചോക്ക് വേണ്ടാണ്ട് ഡയറക്റ്റ് നമ്മൾ സ്ട്രിപ്പിൽ ലൈൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ക് വയ്ക്കാൻ സ്ഥലം സ്പേസിന് ആവശ്യമില്ല. മിറർ ടൈപ്പിനൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി.